ദൈവം എല്ലാ പ്രവൃത്തികളും നമുക്ക് വേണ്ടി ചെയ്യുന്നത് അവിടുത്തെ വചനം അയച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വന്നാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 4 20 വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് പ്രകടമാകുന്നത്. ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തൽ, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നത് വാക്കുകളിലല്ല, ദൈവശക്തിയിലാണ്, ദൈവത്തിന്റെ ശക്തിയിലാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ഇവിടെ തുറക്കപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കും. അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളർമാതൃകൾ എണീറ്റ് നടക്കും. വലിയ ദൈവപ്രവൃത്തികൾ ഇവിടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഒരു സംഭവം ഓർക്കുന്നു. ഇവിടെ ശക്തൻ നമ്പുരാൻ നഗറിൽ നമ്മുടെ ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്ന സമയം വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായിരുന്നു, ദൈവശബ്ദ കൺവെൻഷൻ. അന്ന് ആ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ, ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അന്ന് ഒത്തിരി കിടപ്പുരോഗികളുണ്ട്. ഇന്നിവിടെ കിടപ്പുരോഗികളൊന്നും ഞാൻ കാണുന്നില്ല. അന്ന് ചെല്ലുമ്പോൾ ഇതാ ഒരു മകള് വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ഇവിടെ നടുവും കാലിലും അരക്ക് കീഴ്പോട്ട് ബലം നഷ്ടപ്പെട്ടു പോയതാണ്. ഫെയ്സ എന്നവരുടെ പേര് അല്ലേ? ഫെയ്സ. ബലം നഷ്ടപ്പെട്ടു പോയി. കുന്നംകുളമല്ലേ? കുന്നംകുളക്കാരിയാണ്. ഭർത്താവും ഉണ്ട്. ഭർത്താവിന് ഒരു ഗ്രിഗറി. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടായി. വീൽ ചെയറിൽ എഴുന്നേറ്റ് പതുക്കെ അവിടെ നടക്കാൻ തുടങ്ങി. അത്ഭുത രോഗശാന്തിയാണ് കിട്ടിയത്. അവൾ പൂർണ്ണമായിട്ട് ആ കൺവെൻഷനിൽ സൗഖ്യം പ്രാപിച്ചു. അന്ന് വീൽ ചെയറിൽ നിന്ന് അവൾ എഴുന്നേറ്റ് പോയി സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിൻ്റെ അതിശക്തമായ ഒരു ഇടപെടലിൻ്റെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഫാമിലി ആയിട്ട് കോട്ടയത്ത് വന്ന് ധ്യാനം കൂടി. അന്ന് 3 മക്കളുണ്ട്. ആ സൗഖ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ കർത്താവ് ഒരു കുഞ്ഞിനെ കൂടെ കൊടുത്തു. അങ്ങനെ 4 മക്കള് ഇപ്പോൾ അവർക്ക് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 4 8, 9, 10 വചനങ്ങൾ. കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവം സ്നേഹമാണ്. സ്നേഹം തന്നെയായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഉണ്ടോ ദൈവത്തിൻ്റെ സ്നേഹം? ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ആ പുത്രൻ വഴി നമുക്ക് പാപമോചനം, രക്ഷ, അനുഗ്രഹമെല്ലാം യേശു ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. യേശുവിനെ ദൈവം നമുക്ക് നൽകി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത്. പിതാവ് പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. നമുക്കും അതാ പ്രസംഗിക്കാനുള്ളത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നത്. 1 കൊരിന്തോസ് 1 18 വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്.
കുരിശിൽ തറക്കപ്പെട്ടവന്റെ വചനം ഭോഷത്വമായിട്ട് അവർക്ക് തോന്നും. നാശത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുന്നവർക്ക്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ഈ വചനങ്ങൾ ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുക, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം, രക്ഷ, അനുഗ്രഹം എല്ലാം ഉണ്ട്. യേശു കുരിശിൽ നമ്മുടെ പാപവും ശാപവും വേദനയും ദുഃഖവും തകർച്ചയും എല്ലാം ഏറ്റെടുത്തു. അപ്പോൾ യേശുവിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാം. അവൻ്റെ മുറിവിനെ നമ്മുടെ ഹൃദയത്തിന് സ്വന്തമാക്കാം. യേശുവിനെ നമുക്ക് ആരാധിക്കാം. യേശുവിനെ ആരാധിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോവുക. ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മൾ വ്യാപരിക്കുന്നത്. കരങ്ങളുയർത്തി നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. പോര സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നുണ്ട് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനം. എലീഷ പ്രവാചകൻ പ്രകാരം പറഞ്ഞു, ഒരു ഗായകനെ വരുത്തുക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എലീഷയുടെ മേൽ ആവസിച്ചു. ഗായകൻ പാടിയപ്പോൾ എലീഷയുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചു. അത് നമ്മൾ ആഗ്രഹിച്ച് പാടുമ്പോൾ, സ്തുതിക്കുമ്പോഴൊക്കെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാരദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കാ സുവിശേഷം 4:18. ഈ വചനമാണ് യേശു സിനഗോഗിൽ എത്തുമ്പോൾ പുരോഹിതന്മാര് പഴയ നിയമത്തിൻ്റെ ചുരുള് യേശയ്യായുടെ പുസ്തകം എടുത്തു കൊടുത്തു. അത് തുറന്നപ്പോൾ യേശുവിന് ലഭിച്ചത് ഈ വചനഭാഗമാണ്. ലൂക്കാ 4:18 വായിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ്, ലോർഡ് സ്പിരിറ്റ് അപ്പോൺ മീ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരാ ഈ ദരിദ്രര്? ആരാണ്? ദൈവാത്മാവിൻ്റെ അഭിഷേകവും കൃപാവരങ്ങളും ശക്തിയും ഒന്നുമില്ലാത്തവരായി ദരിദ്രര്, പണമില്ലാത്തവരല്ല. അവരെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ, അന്ധർക്ക് കാഴ്ച. ആരാണ് ഈ അന്ധൻ? കണ്ണിന് കാഴ്ചയില്ലാത്തൊരു അന്ധനാണ്. അവന് കാഴ്ച കർത്താവ് കൊടുക്കും, അന്ധന്റെ കണ്ണ് കർത്താവ് തുറക്കും. മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, ക്രിസ്തുവിനെ അറിയാത്തവരെല്ലാവരും അന്ധന്മാരാണ്, ആത്മീയ അന്ധതയുള്ളവരാണ്. ലോകരക്ഷകനായ മാനവരാശിയുടെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ അറിയാത്തവരെല്ലാം അന്ധന്മാരാണ്. ആത്മാവിൽ അന്ധത ബാധിച്ചവർ, സത്യം അറിയാത്തവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ, യേശു.
ഒന്ന് വിളിക്കാവോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? വലതുകരം വിട്ടു പിടിച്ച് ഒന്നുകൂടെ വിളിക്കാമോ? ഒന്നുകൂടെ വിളിക്കാമോ? ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടിയാ. ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷം പറയാൻ പറ്റൂ. ബന്ധനത്തിലായിരിക്കുന്ന, സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമെങ്കിൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചേ പറ്റൂ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചേ പറ്റൂ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ തലങ്ങൾ, അത് പ്രധാനപ്പെട്ടതാ. ദുഃഖങ്ങളും നിരാശകളും ഭയവും കുറ്റബോധവും ആകൃതയും ഒക്കെ നിറഞ്ഞ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, മനസ്സ് തകർക്കപ്പെട്ട മുറിവുകൾ, വികാരങ്ങൾക്ക് അടിമകളായവർ ധാരാളം പേരുണ്ട്. ഹല്ലേലൂയ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ഫ്രീഡം. ഹല്ലേലൂയ. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ബന്ധിതർക്ക് മോചനം, സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനം. സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ഞാനൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. കഴിഞ്ഞ മാസം ഞാൻ ഒരു മാസക്കാലം നാട്ടിലായിരുന്നു. ജർമ്മനി, UK, ഓസ്ട്രിയയിലൊക്കെ ധ്യാനമായിരുന്നു. ഓസ്ട്രിയ എന്ന രാജ്യത്ത് അവിടെ ജർമ്മൻകാർക്ക് വേണ്ടിയുള്ള ധ്യാനമായിരുന്നു. എല്ലാ ധ്യാനങ്ങളിലും കർത്താവ് ഒത്തിരി സൗഖ്യവും അനുഗ്രഹവും നൽകി. നന്നായിട്ട് നല്ല ധ്യാനങ്ങളായിരുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് അവിടെ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവിടെ അടുത്ത് ഉള്ളൊരു താമസിക്കുന്ന ഒരു വീട്ടിലെ സ്ത്രീയാണ്, 40 വയസ്സുണ്ട്. അവൾക്ക് ശരിക്കും പൈശാചിക ബന്ധനമാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ചേട്ടനോട് സംസാരിച്ചു. അപ്പം പിറ്റേ ദിവസം, അന്ന് ഞായറാഴ്ച കൺവെൻഷൻ ധ്യാനം തീരുന്നു, പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് അവരെ കാണാമെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം ഞാനും ഈ സിസ്റ്റർ ഇറ്റലിക്കാരിയാണ് കേട്ടോ. സിസ്റ്റർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഓസ്ട്രേലിയ. അപ്പം ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായം 10-25 വയസ്സുള്ള ഒരു സ്ത്രീയുണ്ട്, ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീയുമുണ്ട്. ഈ 40ഓളം വയസ്സുള്ള സ്ത്രീ അവരുമായിട്ട് സംസാരിച്ചു. ആ സഹോദരിയോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്ന ഇതാണ്, എൻ്റെ ഉള്ളിൽ ഒരു സർപ്പമുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു സർപ്പൻ്റ് ഉണ്ട്, ഒരു സർപ്പം എൻ്റെ ഉള്ളിലുണ്ട്. അതെൻ്റെ ഉള്ളിലൂടെ അടിഞ്ഞു കിടക്കും. സർപ്പം എന്നോട് സംസാരിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ചിലപ്പം വയലൻ്റ് ആവും, വലിയ വിഷയങ്ങളാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഏതാനും വർഷങ്ങളായിട്ട് ഞാൻ യോഗ ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ വന്ന് യോഗ പഠിച്ച ഏതോ ഓസ്ട്രേലിയക്കാരൻ അവിടെ ഒരു യോഗാ സെൻ്റർ തുടങ്ങി. ഇവളും ഈ സ്ത്രീയും പോയി അങ്ങനെ യോഗ കുറേ വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, ഞാനത് ആരംഭിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ. കുറേ വർഷമായിട്ട് ഞാൻ ഈ അവസ്ഥയിലാണ്. അപ്പോൾ അവർ കത്തോലിക്ക സ്ത്രീയാണ്, പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, വർഷങ്ങളായി 10-25 വർഷമായി പള്ളിയിൽ പോയിട്ടോ. പള്ളിയിൽ പോക്കൊന്നുമില്ല. കൂടെയുള്ള സ്ത്രീയും അവർ പള്ളിയിലൊന്നും പോലെ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാതിരിക്കാം, ഓസ്ട്രിയ ജർമ്മനിയിലൊക്കെ വിശ്വാസമുള്ള സമൂഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി. വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. പള്ളികളിൽ ഞായറാഴ്ച കുർബാന, ഞങ്ങൾ ധ്യാനത്തെ പള്ളിയിൽ ഞായറാഴ്ച ആ ഇടവകക്കാരുടെ എണ്ണം 8000ഓളം കുടുംബങ്ങൾ, 8000 ഫാമിലീസ്, 8000ഓളം കുടുംബമുള്ളൊരു ഫാമിലി. അവിടെ ഒരു അസിസ്റ്റൻ്റ് വികാരി ഒരു മലയാളി അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, ബ്രദറെ, ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നവർ 100 അല്ലെങ്കിൽ 120 പേര്.
ആ ഒറ്റ ഇടവകയിൽ തന്നെ 10-24,000 ഇടവകജനോട് വലിയൊരു പള്ളിയാണ്. 400 വർഷം പഴക്കമുള്ള പള്ളി. പക്ഷെ പള്ളിയിൽ ആളില്ല. സങ്കടകര. ആ പള്ളിക്കകത്തേക്ക് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട് തോന്നും, വിഷമം തോന്നും നമുക്ക്. അതവസ്ഥ. അപ്പൊ ഈ സഹോദരി പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സർപ്പം ഇങ്ങനെ എഴഞ്ഞു കിടക്കാണ്, എന്നോട് സംസാരിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഭയമാണ്, കുറേ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയുക, ഞാൻ ഈ യോഗ ആരംഭിച്ചതിന് ശേഷമാണ് എനിക്കിത് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടവരാണ്. യോഗ, റെയ്ക്കി അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മൾ പോകരുതെന്ന് കത്തോലിക്കാ സഭ ആധികാരികമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിന് പിന്നാലെ പോകരുത്. അതൊക്കെ മറ്റ് ചില സ്പിരിറ്റിൻ്റെ സ്വാധീനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആദ്യ സ്റ്റേജൊന്നും കുഴപ്പമില്ലായിരിക്കും, ശ്വാസം എടുക്കുന്നതും വിടുന്നതും അതൊന്നും പ്രശ്നമാണ്. അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോയിക്കുമ്പോഴത്തേക്കും ഈ സ്പിരിറ്റിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് ഉണ്ടാകും. ഇത് അപകടകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു, അവിടെ തലയിട്ട് കേൾപ്പിച്ച് യേശുവിനെ നാത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആടുകയാണ്. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചോണം, അടിച്ച് തറയിൽ വീണു. അവിടെ കിടന്ന് കുറച്ച് നേരം ഉരുണ്ടു, ബഹളം വെച്ചു. കുറേ സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. അവിടെ മുഖത്തെ ആ വെട്ടവും ആ ചിരിയും കണ്ടു. അവൾ ഫ്രീ ആയി. അവൾ പറയുക, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഇറങ്ങിപ്പോയി, എന്തോ എൻ്റെ ശരീരത്തു നിന്ന് ഇറങ്ങിപ്പോയി എന്ന് അവൾ പറയുന്നത്. ഐ എം ഫ്രീ, ഞാൻ ഫ്രീ ആയി, എൻ്റെ മൈൻഡ് ഫ്രീ ആയി, ഞാൻ മൊത്തം ഫ്രീ ആയെന്ന് അവൾ പറയുന്നത്. അപ്പം പിന്നെ എൻ്റെ ടീമിലുള്ളവർ അവർക്ക് നന്നായിട്ട് ജർമ്മൻ ഭാഷ അറിയാം, സംസാരിച്ചു. ഒരു അസിസ്റ്റൂടെ കൂടി പറഞ്ഞു കൊടുത്തു, പള്ളിയിൽ പോകണം, എത്രമേം കുമ്പസാരിക്കണം. അവളെല്ലാത്തിനും സംഭവിച്ചു. ആ വീട്ടുകാർ കുമ്പസാരിക്കാം, പള്ളിയിൽ പോകാം, അപ്പം തന്നെ അവർ റെഡിയായി കഴിഞ്ഞു. പള്ളിയിൽ പോയി കുമ്പസാരിച്ച് അങ്ങനെ വീണ്ടും ആ ഫാമിലി കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഡെലിവറൻസിന്റെ ഒരു മേഖലയാണ്. പൈശാചിക സ്വാധീനത്തിലേക്ക് വീഴുന്ന ഒരു മേഖലയാണിത്. ഇവിടെ വചനം പറയുന്നു, ബന്ധിതർക്ക് മോചനം, ബന്ധനത്തിലായിരിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിലൂടെയാണ് വിടുതൽ. മത്തായി 12:28 യേശു പറയുക, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ പുറത്താക്കുന്നെങ്കിൽ, യേശു ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടാണ് പിശാചിനെ പുറത്താക്കിയത്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുക. എന്തിനാ? പിശാചിനെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. യേശു പറഞ്ഞ ഇത് അല്ല, യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് വിടുതൽ കിട്ടുന്നത്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,